ലോകത്തിൽ തന്നെ ആദ്യത്തെ കലാരൂപം എന്ന് പറയുവാനുള്ള കാരണം, അതായത് വെളിച്ചത്തിൽ നിന്ന് നിഴലുണ്ടാവുകയും ആ നിഴലിൽ നിന്നും ആംഗ്യ അഭിനയം ഉണ്ടാവുകയും ആ ആംഗ്യ അഭിനയത്തിൽ നിന്നും മനുഷ്യന്റെ മാറ്റത്തോടുകൂടി മനുഷ്യൻ ഓരോരോ അവയവങ്ങളുടെ ചലനത്തെ അവൻ നിഴലിലൂടെ പ്രദർശിപ്പിക്കുകയും അതിൽ നിന്നും നിഴൽ നാടകമായി രൂപാന്തരം പ്രാപിച്ച് ദ്രാവിഡ ഭാഷയിലുള്ള നിഴൽ നാടക ആവിഷ്കാരമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. 2-ാം നൂറ്റാണ്ടിലായിരുന്നു. തുടർന്ന് കാളിദാസന്റെ നാടകങ്ങളെല്ലാം തന്നെ 4-ാം നൂറ്റാണ്ടിൽ ഈ നിഴൽ നാടകങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്കൃത നാടകങ്ങളായി രൂപം പ്രാപിക്കുകയും അങ്ങനെ അതിന്റെ വികാസം ഭാരതത്തിൽ എല്ലാ സ്റ്റേറ്റുകളിലും എല്ലാ സംസ്ഥാനങ്ങളിലും രൂപം കൊള്ളുകയും ആ രൂപം കൊണ്ടതിൽ നിന്ന് പണ്ടുകാലത്തൊക്കെ രാജാക്കന്മാരെ പുകഴ്ത്തിക്കൊണ്ടും ആയിരുന്നു നാടകങ്ങൾ ഉണ്ടായിരുന്നത്. ഈ നിഴൽ നാടകങ്ങൾ അതിനുശേഷം രാമായണവും മഹാഭാരതവും നല്ല തങ്കാൾ കഥയുമായിരുന്നു നമ്മുടെ ഈ തെക്കൻ സംസ്ഥാനങ്ങളിൽ അവതരിപ്പിച്ചു വന്നിരുന്നത്. കേരളത്തിൽ അതിപുരാതനമായി ഏകദേശം 2000-ഓളം വർഷം പഴക്കമുള്ള കലാരൂപമാണ്, ഞങ്ങളുടെ പാരമ്പര്യമായി പഴക്കമുള്ള കലാരൂപമാണ് ഈ തോൽപ്പാവക്കൂത്ത്. ഈ തോൽപ്പാവക്കൂത്തിനെ നിഴൽപ്പാവക്കൂത്തെന്നും ഓലപ്പാവക്കൂത്തെന്നും പണ്ടുകാലങ്ങളിൽ ഈ കുടപ്പന ഓലയിലായിരുന്നു പാവകളെ നിർമ്മാണം ചെയ്തിരുന്നത്. കാലക്രമേണ അത് നാമാവശേഷമാകുവാൻ തുടങ്ങിയതോടുകൂടി മാൻതോലിൽ, കാരണം മാൻ പവിത്രമായ മൃഗമാണെന്നും രാമായണം പവിത്രമായ കഥയാണെന്നും പൂർവികരുടെ ആ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മാൻതോൽ പാവകളെ നിർമ്മിക്കുകയും അങ്ങനെ അതിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ച രാമായണം മഹാഭാരതം മറ്റുള്ള കഥകളെല്ലാം തന്നെ ഇന്ത്യ രാജ്യത്തിൽ എല്ലാ ഭാഗങ്ങളിലും അവതരിപ്പിച്ചു വന്നിരുന്നു. കൂടാതെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും, അതായത് അറേബ്യൻ രാജ്യങ്ങളിൽ പോയാൽ അറബി കഥകളും, കൂടാതെ മറ്റുള്ള രാജ്യങ്ങളിൽ പോകുമ്പോൾ അവരുടേതായ സംസ്കാരത്തിന്റെ ഭാഗമായി അവിടുത്തെ ഭാഷയിൽ അവരുടേതായ നാടകങ്ങൾ ഈ നിഴൽപ്പാവക്കൂത്തിലൂടെ ആയിരുന്നു. ആ ജനതയുടെ സംസ്കാരത്തിന്റെയും കൂടാതെ നവോത്ഥാനത്തിന്റെയും ഭാഗമായി ചെറിയ കുട്ടികൾ മുതൽ കൊണ്ട് ഏറ്റവും മുതിർന്നവർ വരയ്ക്കും അവരുടേതായ ജീവിതശൈലിയെ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നു ഈ നിഴൽപ്പാവക്കൂത്ത്. വണങ്ങിട വേണ്ടും ദൈവത്തെ വണങ്ങുന്ന പോലെ ദേശത്തെ വണങ്ങിട വേണ്ടും. ദൈവഭക്തിയും ദേശഭക്തിയും നമ്മിലെന്നും വേണ്ടും. ദൈവഭക്തിയും നമ്മിലെന്നും വേണ്ടും. ദൈവത്തെ വണങ്ങുന്ന പോലെ ദേശത്തെ വണങ്ങിട വേണ്ടും. ഒവ്വൊരു മനുഷ്യനും ഭാരതീയൻ, അതിൽ ഒരു പിടി മണ്ണും ഭാരതമേ. ഒവ്വൊരു മനുഷ്യനും ഭാരതീയൻ, അതിൽ ഒരു പിടി മണ്ണും ഭാരതമേ. ഇമ്പവും തുன்பവും ശരി സമമേ, ഇതിൽ എന്മതമേതിലും സമ്മതമേ. ഇമ്പവും തുன்பവും ശരി സമമേ, ഇതിൽ എന്മതമേതിലും സമ്മതമേ. ദൈവപുരം ഇമയമലൈ கோபுரவாசல் குமரி முனை, அதில் மந்திரம் சொல்வது கடலினலை. கோபுரவாசல் குமரி முனை, அதில் மந்திரம் சொல்வது கடலினலை. தெய்வத்தை வணங்குகளே வாருங்கள். யாவருக்கும் வணக்கம், நமஸ்காரம் நமஸ்காரம், கோடி கோடி நமஸ்காரம். அப்படித்தான் ഇനി നമുക്ക് സ്വാതന്ത്ര്യ സമര പോരാളികളെ നമസ്കരിക്കണം. அப்படியாகட்டும். ഝാൻസി റാണി ലക്ഷ്മിബായി
ശ്രീപാദം നമസ്കാരം. ബഹദൂർ അവர்களுக்கு ശ്രീപാദം നമസ്കാരം. ஆந்தியா தோப்பி அவர்களுக்கு ശ്രീപാദം നമസ്കാരം. பகத்சிங் அவர்களுக்கு ശ്രീപാദം നമസ്കാരം. ஆசாத் அவர்களுக்கு ശ്രീപാദം നമസ്കാരം. ஜவஹர்லால் நேரு அவர்களுக்கு ശ്രീപാദം നമസ്കാരം. സർദാർ വല്ലഭായ് പട്ടേൽ അവர்களுக்கு ശ്രീപാദം നമസ്കാരം. കേളപ്പജി അവர்களுக்கு ശ്രീപാദം നമസ്കാരം. இன்னும் ടാഗോർജി അവர்களுக்கு ശ്രീപാദം നമസ്കാരം. അബ്ദുൾ റഹ്മാൻ സാഹിബ്ജി അവர்களுக்கு ശ്രീപാദം നമസ്കാരം. സുബ്രഹ്മണ്യ ഭാരതിക്ക് ശ്രീപാദം നമസ്കാരം. വള്ളത്തോൾ മഹാകവിക്ക് ശ്രീപാദം നമസ്കാരം. இப்படியே மண்மறைஞ்சு போன எல்லா சுதந்திர சமர போராளிகளுக்கும் അനന്തം കോടി ശ്രീ ശ്രീപാദം നമസ്കാരം. എല്ലായ്പ്പോഴും രാമർകൂത്ത് പാടി നടന്നവർ മനസ്സുകളിലും ഭരണങ്ങളിലും ഭവനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന രാമരാവണ സംഘർഷങ്ങൾ കഥ പാടി നടന്നവർ. ഓ അപ്പടിയാ? അല്ലവേ അല്ല, ഇത് വേറൊരു രാമകഥയാകിലും ഗാന്ധി മഹാൻ കഥയെ മത്തരായി മതമത്സരങ്ങളിൽ ലഭിച്ച ഒരു നാടിന്റെ വിത്തോളം അടിമകളായി തീർന്ന ജനതയുടെ രക്ഷയ്ക്കായി അവതരിച്ച ഗാന്ധി മഹാത്മാവിന്റെ കഥയാണ്. ഓ അതെന്നാ കഥ? ஆனால் பார்க்கலாம். പാവന സീതാ രഘുപതി രാഘവ രാജാ മദീത പാവന സീതാ ईश्वर अल्लाह तेरे नाम सबको सन्मति दे भगवान रघुपति राघव राजा राम मदीत पावन सीताराम 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 भज प्यारे तो सीताराम रघुपति राघव राजा राम मदीत पावन सीताराम. ഭാരതമെന്നൊരു നാട്ടിൽ മഹാത്മാഗാന്ധി ജനിക്കൂ. രാമായണവും ഭാരതവും വേദേതിഹാസവും വിരിഞ്ഞു വന്നൊരു നാട്ടിൽ നിന്നേ ഗാന്ധി ചരിത്രം കേൾപ്പൂന. ഗാന്ധി ചരിത്രം കേൾപ്പൂന. രാഘവ രാജാ രാമദീത പാവന സീ രഘുപതി രാഘവ രാജാ രാമദീത പാവന സീതാരാം. രാമ 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 രാമ. ശോകാന്തകനെ ശരണം ശരണം ഏകാന്തകനെ ശരണം ശരണം ശോകാന്തകനെ ശരണം ശരണം ഏകാന്തകനെ ശരണം ശരണം ഹിംസാന്തകനെ ശരണം ശരണം ധർമാചരണേ ശരണം ശരണം ഹിംസാന്തകനെ ശരണം ശരണം ധർമാചരണേ ശരണം ശരണം ശോകാന്തകനെ ശരണം ശരണം ഏകാന്തകനെ ശരണം ശരണം. ആത്മാവ് രാമശേഷം സർവഭാരതീയന്റെ
സർവരുടെയും മനോമുഖരത്ത് സ്വീകാര്യനായ ആദർശ വിഗ്രഹമാണ്. ധീരോദാത്തമായ ധാർമ്മിക വാഞ്ചയാണ് അവർ രണ്ടുപേരും. കർമ്മത്തിൽ യാതൊരു വീഴ്ചയും വരുത്താത്തവരായിരുന്നു. രാമരാജ്യമായിരുന്നു ഗാന്ധിജിയുടെ സ്വപ്നം. രാമനെ വിളിച്ചാണ് ഗാന്ധി അന്ത്യശ്വാസം വലിച്ചത്. ഗാന്ധിജിക്ക് ജയമിരുന്നാൽ നമുക്കും ജയമേ. രാമരാജ്യം ഗാന്ധി രാജ്യമായിരിക്കെ ഗാന്ധി രാജ്യം സത്യരാജ്യമാകട്ടും. സത്യരാജ്യം ധർമ്മരാജ്യമായിരിക്കെ ധർമ്മരാജ്യം ഭാരതരാജ്യമായിരിക്കെ ഭാരതരാജ്യം അഹിംസാ രാജ്യമായിരിക്കെ സത്യം താനേ ഭാരതരാജ്യം നീണാൾ വാഴേ. ജനുവരി 30 വെള്ളിയാഴ്ച. ധ്രുവം ജന്മമൃതസ്യ തസ്മാത് അപരിഹാര്യർത്ഥേ നത്തും ശോചിതുമർഹസി. ജനിച്ചവനെ മരണവും മരിച്ചവനെ ജനനവും നിശ്ചയമാകുന്നു. അതിനാൽ നിവൃത്തിയില്ല ഫലമില്ല. അത് ഏത് പുസ്തകത്തിലാകിലും കർമ്മം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്യുന്ന ഭഗവത്ഗീതയാകിലും ഗാന്ധിജിയുടെ വേദപുസ്തകം. ഇപ്പോൾ ഗാന്ധിജി എന്നാ ചെയ്യുറാർ? ഇപ്പോൾ കുറ്റി പെൻസിൽ കൊണ്ട് കത്തെഴുതുകയാണ്. ഒരു സഹജീവിയുടെ പ്രയത്നം തീരും വരയ്ക്കും കുറ്റി പെൻസിൽ കൊണ്ട് എഴുതും. അപ്പോഴാണ് നീ ഭരതജേ ആരെ കാക്കുകയാണ് നീ ഭരതജേ. സ്വാതന്ത്ര്യമം ത്രക്ഷരി മന്ത്രം ചൊല്ലി ഉണർത്തുവാൻ വരികയായി നിൻ മുന്നിലേക്കുന്നവൾ. പോരാടുന്ന മനുഷ്യരോട് പറയാം പോരൂ നയിക്കാനിതാ ഗാന്ധി വരവായി. പിന്നോട്ട് പോകില്ല നാം, പിന്നോട്ട് പോകില്ല നാം. ഹായ് മനു, നമസ്കാരം. ഉപവാസത്തിന്റെ ക്ഷീണം അകന്നുപോ. എഴുന്നേൽക്കാൻ ഞാൻ സഹായിക്കാം. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് നടക്കട്ടെ. അർത്ഥങ്ങൾ ഒറ്റയ്ക്കല്ലേ പറ്റൂ. ഒരു സഹായി വേണം. ഒരു മന്ത്രം ഉരുവിടണം. എന്നാ മന്ത്രമായാലും അത് ഹേ മനുഷ്യ, തളർന്നാലും ഇല്ലേലും നീ വിശ്രമിക്കരുത്. ഹേ മനുഷ്യ, തളർന്നാലും ഇല്ലെങ്കിലും നീ വിശ്രമിക്കരുത്. ഹേ മനുഷ്യ, അന്ത്യമാകുന്നു മൃത്യു എന്നോർക്കുക. യാത്രയാകുന്നു ജീവിതം, യാത്ര തൻ അന്ത്യമാകുന്നു മൃത്യു എന്നോർക്കുക. പ്രാർത്ഥനാപൂർണം ഓരോ പദവും ഈ മണ്ണിനായി സമർപ്പിക്കൂ സുകൃതികൾ. പ്രാർത്ഥനാപൂർണം ഓരോ പദവും ഈ മണ്ണിനായി സമർപ്പിക്കൂ സുകൃതികൾ. മാർട്ടിസ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ, സൗത്ത് ആഫ്രിക്ക. ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ നിങ്ങൾ ആരാണ്? ഇത് വെള്ളക്കാർക്കുള്ളതാണ്. Why the hell are you traveling in the first class bogie? Why not? I have a valid first class ticket. That doesn't matter. No, you won't. Get out.
तो तेने कहिए जे पीर पराई जाने रे वैष्णव जन तो तेने कहिए जे पीर पराई जाने रे वैष्णव जन तो तेने कहिए जे पीर पराई जाने रे. എന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഞാൻ പടവെട്ടണോ? ഈ അപമാനം സഹിച്ച ഇന്ത്യയിലേക്ക് മടങ്ങണോ? ഇത് തൊലിപ്പുറമേ കാണുന്ന രോഗമാണ്. ആഴത്തിൽ ഇത് വർണ്ണവിദ്വേഷമാണ്. പേരു കിടക്കാൻ കൂട്ടാക്കാത്തവനായ ഗാന്ധി ഗീതോപദേശത്തിന്റെ ആ രാത്രി ഗാന്ധിയെ തട്ടിലെ അർജുനാക്കി മോഹൻദാസ് ഗാന്ധി മഹാത്മാവാവുകയായിരുന്നു. ഇത് നിരകളോളം പഴക്കമുള്ള സത്യവും അഹിംസയുമായിരുന്നു ആ ആവനായിൽ നിറച്ചത്. ഗാന്ധിജിക്ക് മനവില്ലയാ, അവൾ ധീരയായപ്പടി. കസ്തൂർബ ധീരയാണ്, സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിന്നവളാകിലും ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഗാന്ധി പ്രസംഗിക്കേണ്ടിടത്ത് കസ്തൂർബ ഗാന്ധി പ്രസംഗിച്ചാൾ. എന്താണ്? നീ ഇപ്പോൾ അവശയാണ്, നിനക്ക് ബീഫ് തരട്ടെ എന്ന് എനിക്കതിന് സമ്മതം തരാൻ വയ്യ എന്ന് പറഞ്ഞു. നന്നായി. രോഗി ആഗ്രഹം വെളിപ്പെടുത്താൻ കഴിയുന്ന അവസ്ഥയിലാണെങ്കിൽ അവരോട് ചോദിക്കാൻ ഞാൻ നിർദ്ദേശിച്ചിരുന്നു. അയ്യോ, എനിക്കത് വേണ്ട. മനുഷ്യജന്മം ദുർലഭമാണ്. അയക്കുന്ന ശരീരത്തെ മലിനമാക്കുന്നതിനേക്കാൾ ഭേദം നിങ്ങളുടെ കൈകളിൽ കിടന്ന് മരിക്കുന്നതാണ്. നീ സസ്യബുക്കാണ്, എന്നാലും എന്നെ അനുകരിക്കണമെന്നില്ല. 3 പ്രാവശ്യം നീ കണ്ണ് രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടവളാണ്. ആദ്യം ഞാൻ സത്യാഗ്രഹം ഇരുന്നപ്പോൾ നല്ല രക്തസ്രാവം ഉണ്ടായിരുന്നു. പിന്നെ ശസ്ത്രക്രിയയ്ക്ക് ക്ലോറോഫം സ്വീകരിക്കാൻ പോലും ആവാത്ത വിധം നീ സൂക്ഷിച്ചു പോയിരുന്നു. എപ്പോഴും നീ വേദന തിന്നു. ഇപ്പോൾ നിനക്ക് ബോധക്കേടുണ്ടാവുന്നു. അതുകൊണ്ടാണ് ഡോക്ടറാകട്ടെ രോഗിയുടെ താല്പര്യം അന്വേഷിക്കാൻ തയ്യാറല്ല. ആഗ്രഹിക്കുന്ന ഭക്ഷണവും മരുന്നും കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എന്റെ ആശുപത്രിയിൽ വെച്ച് മിസ്സിസ് ഗാന്ധി മരിക്കുന്നത് കാണാൻ വയ്യ എന്നാണ് പറഞ്ഞത്. വേദന നിറഞ്ഞ കടമ കൊണ്ടാണ്. ഇത് ഒരു മതവിശ്വാസമായി കരുതേണ്ട. എനിക്കത് വേണ്ട, എന്നെ കൊണ്ടുപോക വേണം. ഓഹോയ് 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 ഓഹോയ്. ഗാന്ധി വെള്ളക്കാരുടെ മർദ്ദനങ്ങളെ സഹിച്ചുകൊണ്ട് നേരിടാൻ ദേവനാമത്തിൽ ഞാൻ ഒരു കരണത്തൊടിച്ചാൽ ഞാൻ മറ്റേ കരണവും കാണിച്ചു കൊടുക്കും. ഹിംസ പരിവർത്തനത്തിന് ഉതകുകയില്ല. ദൈവശക്തി കൊണ്ടും മനുഷ്യ നന്മ കൊണ്ടും ആളുകളെ അടുപ്പിക്കാം. തെറ്റായ നിയമം അനുസരിക്കുന്നതിനേക്കാൾ മാന്യമാണ് നമ്മുടെ രീതി. സത്യാഗ്രഹമാണ് നമ്മുടെ സമരം. വഴിയിലേക്കെന്തതാദിമ പാഠം ഹിംസയും അഹിംസയും പിരിയും വഴി സാക്ഷാൽ വഴി മർത്യരാശിക്കുമതേ വഴി. ജ്യോത്സ്ന പുളകിതയാമിനി ഭുല്ല കുസുമിത ദ്രുമദള ശോഭിനി സുഹാസിനി സുമധുര ഭാഷിണി സുഖദാം വരദാം മാതരം
തൃപ്തനായി പ്രാർത്ഥനാവേദിയിൽ വിഗതരാകിയാം ഗാന്ധിജി, വിഗതരാകിയാം ഗാന്ധിജി ഇന്ത്യ തൻ ത്രസിച്ചുവോ തെല്ലിട കരുതിയോ വെടിയുണ്ടകൾ. ഹേ സൂര്യ തവ പദത്തിൽ നമിപ്പതാ, ഹേ സൂര്യ തവ പദത്തിൽ നമിപ്പതാ, ഹേ രാമ തവ പദലീന ജീവനായി ഗാന്ധിജി, ഹേ രാമ തവ പദലീന ജീവനായി ഗാന്ധിജി. Hey Ram, Hey Ram.